ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി കേട്ടോ ഹീറോയിന് ഗ്രാൻഡ് പറയാൻ തുടങ്ങി ഉള്ളെന്തടി നിൽക്കൂടെ ആ ഗ്രാൻഡ് വന്നോ വാ എന്നെ എടു കൈ പിടിച്ചോണ്ട് അമ്മ നിങ്ങൾ വന്നോ വന്നോടി ഏനുണ്ട് വീടല്ല സുഖം തന്നെയാണ് ആരാ ഈ പിള്ളേർ അമ്മ ഇത് കേപ്പ് പാഡ്സ് ബോയ്സാണ് അത്ത നിങ്ങളോ വന്നോടാ ഏനടാ സുഖം തന്നെയാണോ സുഖം തന്നെയാണോ എന്താടാ എന്താ പറ്റി ഇല്ലടാ അത് ഒരു കാര്യം പറയാനോ വന്നടാ എന്താടാ കൊച്ചുമകനക്ക് കല്യാണം ചെയ്യണ്ടേ എന്താ എന്താ അമ്മ പറയണത് കിട്ടടാ പെണ്ണ് നോക്കാൻ പറയാം അമ്മ ഹീറോയിൻ്റെ ചേട്ടാന്ന് പറയാൻ തുടങ്ങി ഗ്രാൻഡ്മാ എനിക്ക് എന്തിനാ പെണ്ണ് നോക്കുന്നത് ഇല്ലടാ നിനക്ക് പെണ്ണ് നോക്കാൻ ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു ഗ്രാൻഡ്മാ എനിക്ക് എൻ്റെ ടൈപ്പ് പെണ്ണ് കിട്ടിയില്ല ഇത് ഡിസംബർ 7 വരെ നോക്കായിരുന്നു മാരേജാ ഇവരെന്താ പറയുന്നത് അതിൽ ഒരാൾ പറഞ്ഞായിരുന്നു ഹീറോയിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് പറയുന്നത് മാരേജ് കാര്യം പറയുന്നത് മാരേജാ ചേട്ടൻ മാരേജ് വെച്ചാൽ എനിക്ക് ഹാപ്പിയാണ് ഹീറോയിൻ പറയുന്നു ബീറ്റേഴ്സ് മെമ്പർ വന്ന കാര്യം ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു ഹീറോ ചേട്ടൻ്റെ മകൻ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞ് തിരഞ്ഞു നോക്കി ഹീറോയ്ക്ക് ഷാക്ക് ഇത് എന്താ ഇവിടെ നടക്കുന്നേ മിയോ നോക്കി എന്താ ബീറ്റേഴ്സ് മെമ്പറാ അടിപ്പാവി ഇത് കണ്ടാ ഇവളെ തുള്ളുമല്ലോ ഇപ്പം എന്താ ചെയ്യുക ഇവളെ സമാധാനമാക്കണം മിയ വന്ന് ഡ്രസ്സിന് ഒരു കടിക്കടിച്ച് വിളിക്കാൻ തുടങ്ങി മിണ്ടാതിട്ട് ഇടി സമാധാനം ഇടി മിയോ ഒന്ന് മറിക്കുക അത് ഹീറോ സമാധാനം മിയോ എന്തടി ഇവിടെ എന്താടാ ഇവിടെ നോക്കടാ പീഡിയസ് അവർ വന്നിട്ടുണ്ടാ ജഗ്ഗൊക്കെ വന്നിട്ടുണ്ട് തുള്ളണ്ട മിയോൻ്റെ വാഷ് ബാഗ് തുള്ളണ്ട വാ എന്ന് വിളിച്ചോണ്ട് പോകാൻ തുടങ്ങി ഇത് കേട്ട് വീട്ടുകാരെല്ലാവരും ചിരിക്കാൻ തുടങ്ങിയായിരുന്നു ജംബുക്കിന് ബേബി ഉണ്ടായിരുന്നു ബേബി ഓടി വന്ന് ക്യൂട്ടായിട്ടുണ്ടാണോ മ്യൂ പറഞ്ഞു എന്താടാ നീ ഭാഷ പറയുന്നു ഒന്നും മനസ്സിലാകുന്നില്ല മ്യൂക്ക് മനസ്സിലാകുന്നില്ല എന്താടാ നീ ഭാഷ പറയുന്നു എന്നും മനസ്സിലാകുന്നില്ലടാ എന്താ ഇവളെ പറയുന്നു ഹീറോയിൻ്റെ ചേട്ടൻ നല്ല ചിരിക്കായിരുന്നു മിയൂക്ക് ഒന്നും മനസ്സിലായില്ല മ്യൂ പറയാൻ തുടങ്ങി നീ എന്താടാ ഭാഷ പറയണ നീ ഏതോ ഒരു നാട്ടുകാരന് നീ പറയണത് എനിക്കേ മനസ്സിലാകുന്നില്ലടാ ഞാനൊരു ഇന്ത്യ ക്യാറ്റ് നീ ഒരു കൊറിയ ക്യാറ്റിന് കൊണ്ടുവരാ എനിക്ക് എന്നില്ലടാ നിങ്ങൾക്കല്ലേ കുട്ടികൾ എനിക്കും കല്യാണം കഴിഞ്ഞ് കുട്ടികൾ വേണോടാ എൻ്റെ മ്യൂ ബാങ്ക് സൈഡായി ഇത് കാണുന്നു കഷ്ടം ബാടി പോയി വീട്ടുകാരെന്ന് പറഞ്ഞായിരുന്നു ഹീറോ ചിരിച്ചിട്ട് പോയി ഹീറോയ്ക്ക് മീടല വിശാൻ തുടങ്ങി ജങ്കുക്കിനെ കണ്ടിട്ട് പൂജയ്ക്ക് ഒരു മാടിയായി ഓടിപ്പോയി ഹീറോയി വീട്ടിൽ പോയി അയ്യോ ജങ്കുക്ക് കണ്ണിൽ കൈ വെച്ച് തുള്ളാൻ തുടങ്ങി ഇത് ഡ്രസ്സ് ഇട്ടാൽ മതി വീട്ടിൽ വെക്കപ്പെടാൻ തുടങ്ങി അയ്യോ ജങ്കുക്ക് അങ്ങനെ ഹീറോയിൻ ഡേയ്സ് പോകാൻ തുടങ്ങി ജങ്കുക്കുമാർ ഇവിടെ ഉണ്ടായിരുന്നു അവർ കുറച്ച് ഈ പ്ലേസ് ഷൂട്ടിംഗ് ഡാൻസ് പാട്ടൊക്കെ കഴിഞ്ഞു ഇപ്പോൾ വീട്ടിലാണുള്ളത് അവർ കുറച്ച് പ്ലേസ് ആയിരുന്നു അങ്ങനെ ഹീറോയിൻ ഇങ്ങനെ ഗാർഡനിൽ പോകാൻ പറഞ്ഞായിരുന്നു അവരുടെ തോട്ടം ഉണ്ടായിരുന്നു അവിടെ ആരും വേണ്ടിയില്ല എന്ന് പറഞ്ഞു ഹീറോയിൻ എല്ലാവരും വന്ന തോട്ടത്തിലിരുന്ന് അവർ സംസാരിക്കായിരുന്നു വീണ്ടും ആ ചെക്കൻ വന്നു ഹലോ അയ്യോ റസ്കൽ നീ എനിക്ക് 12 കോടി പ്രപ്പോസ് ചെയ്തു ഇപ്പം എന്തിനാടാ വീണ്ടും വന്നത് ഐ ലവ് യു ബ്യൂട്ടി ആക്ച്വലി എനിക്ക് എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതെല്ലാം നോക്കിയായിരുന്നു ജങ്കുക്കൻ ബേബി വന്നു എന്താ വീണ്ടും വന്നോ ഈ റാസ്കൽ ഇപ്പം ശരിയാക്ക ഹലോ മമ്മി ആരാ ഈ അങ്കിള് എന്ന് കേട്ട് ഇത് കേട്ട അവനക്ക് ഷാക്ക് എന്ത് മമ്മിയാ അത് ഹീറോയിനെ കൂടെ ജോലിയായിരുന്നു അതുകൊണ്ട് അവന് ഓടിക്കുക മോം ഇതാരാ ഈ അങ്കിള് എന്ന് കേട്ട് മിയോക്ക് ഷോക്ക് എന്ത് മമ്മിയാ എപ്പോ മമ്മിയാ മിയോക്ക് ടെൻഷൻ മിയോ പറയാൻ തുടങ്ങി മിയോ മിണ്ടാതിരിടാ എന്നടാ എപ്പടാ മമ്മിയായിടാ എന്നിട്ട് അതുകൊണ്ടാ ചെക്ക ഷാക്ക് എന്ത് മമ്മിയാ എപ്പോ അത് കേട്ട് ഇതിന് ആറമ്മ ഇവിടെ ഉണ്ടായിരുന്നു ആറമ്മ തണ്ണി കുടിച്ച തുപ്പിട്ട് ഷാക്ക് എന്ത് മമ്മിയാ ഇത് ജങ്കുക്ക് അറിയിക്കണം ഇടരുത് എന്താ ജങ്കുക്ക് ഇങ്ങോട്ട് വിളിക്കടാ ജങ്കുക്ക് ഇങ്ങോട്ട് വാ എന്താ ഇവിടെ നോക്ക് എന്ത് നടക്കുന്നുണ്ട് കുട്ടി എന്ത് മണ്ടത്ര കാട്ടുന്നത് അല്ലാണ്ട് ഇല്ല എനിക്ക് ചുമ്മാ പറഞ്ഞു നീ ആരോ ഞാനിവൾക്ക് വീണ്ടും പ്രപ്പോസ് ചെയ്യാം ജങ്കുക്ക് നോക്കായിരുന്നു എന്താ ഇവിടെ നടക്കുന്നത് നോക്ക് നിന്റെ മോനെ എന്ത് പറയണ നോക്ക് മമ്മി ഇത് ജങ്കുക്ക് പാടിൻ്റെ ജ്യൂസ് കുടിച്ചോണ്ട് സ്ലോ വെച്ച് തുപ്പി വിനൂസ് അയ്യോടാ എൻ്റെ വീട്ടിൽ തുപ്പുതാ എന്താ നടക്കും ജങ്കുക്ക് പോകാക്കി വീട്ടാ എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് നിങ്ങൾ എന്തിനാ എൻ്റെ മമ്മീനൊക്കെ പ്രപ്പോസ് ചെയ്യുന്നത് അത് മാത്രമല്ല എനിക്ക് സിസ്റ്റർ ബ്രദർ വരാൻ പോവാ ഇത് പറഞ്ഞു അവൾക്ക് ഷാക്ക്
എന്താ സിസ്റ്റർ ഇതാ മമ്മീൻ്റെ ഭയങ്കര കൈ വെച്ച ഇടുപ്പില്ലേ ഇതിടെ ജങ്കുക്ക് കണ്ണും ജങ്കുക്ക് കണ്ണ് ഞങ്ങൾക്കൊരു കണ്ണ് പുറത്തായി മമ്മി എന്ത് സിസ്റ്റർ അനിയത്തി വരാൻ പോവാ മമ്മിൻ്റെ വീട്ടിൽ കുട്ടിയുണ്ട് പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് ഷാക്ക് ആറും എടാ എപ്പടടാ അത് ചെയ്തത് ഇല്ലടാ ഇവൻ എന്താ കുട്ടി വിശ്വാസം ജങ്ങൾക്ക് നിന്നെ ഒത്തിരി നിൽക്കാതിരിക്കും എടാ എന്ത് ഹീറോയിൻ്റെ ചേട്ടൻ ഷാക്ക് എന്ത് മിസ്റ്റർ വെതറാ ജങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞത് ഇത് കേട്ടോ ഹീറോയിൻ്റെ ചേട്ടനക്ക് ഷോക്കായി ഇത് മമ്മിക്ക് മനസ്സിലായില്ല ഡാഡിക്ക് ഷോക്ക് ഡാഡിക്ക് ഷോക്ക് എന്ത് സിസ്റ്റർ വെതറാ പെണ്ണിട്ടാ ഇവള് ഐടി പാവി എന്ന് പറഞ്ഞു കുട്ടി കളവെന്ന് പറയാം നിങ്ങൾ മുണ്ടതിരെ എന്തോന്നു നടക്ക് എന്നെ പറഞ്ഞ ആ ചക്കൻ കൺഫ്യൂസായി അവിടുന്ന് പോയി എന്താടാ നീ പറഞ്ഞത് എപ്പോഴാ എനിക്ക് കുട്ടി വരടാ എന്നോടാണ് ഇങ്ങനെ പറഞ്ഞു പാട്ട് ഹീറോയിൻ ചേട്ടൻ പറഞ്ഞിട്ട് എന്തമ്മ നീ പെണ്ണിട്ട ഇല്ല ഇവന് കളവ് പറഞ്ഞ അതെ നീ കളവ് പറഞ്ഞേ അത് ഹീറോയിൻ പറയാൻ തുടങ്ങി ഇല്ല മമ്മി ഈ കുട്ടി കളവ് പറയാന്ന് പറഞ്ഞു ഹീറോയ്ക്ക് ടെൻഷൻ തുടങ്ങി അയ്യോ എന്ത് നടക്കുന്നിടാ ഇല്ല എന്ന് പറഞ്ഞു ഹീറോയിൻ അപ്പം ഗ്രാൻഡ് പറയാ ഇവളെ ചുമ്മാ ജോക്ക് പറയാ ബേബി എന്ത് ഗ്രാൻഡ്മ ഇവൾക്ക് ഇനി എങ്ങനെ പറഞ്ഞു കൊടുക്കുക എടാ അർജുൻ വന്നു ഹീറോയിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് എടാ ഈ കുട്ടിക്ക് ഞാൻ പറഞ്ഞത് നീ ട്രാൻസ്ഫറായിട്ട് കൊറിയയിൽ പറയടാ കുട്ടി നിനക്ക് ഇവളെ ഇഷ്ടപ്പെട്ടോ നിനക്ക് മമ്മിയായിട്ട് വേണോ വേണോ ഹീറോയ്ക്ക് മനസ്സോടുന്നു അയ്യോ എന്ത് മമ്മിയാ ജങ്കുക്ക് നീയിപ്പോൾ സിംഗിളാണെന്ന് എനിക്കറിയോ അതായത് ഇവളെ മാരേജ് ആയിട്ടാ എന്താ ഗ്രാൻഡ്മ പറയുന്നത് എന്ന് ജങ്കുക്ക് കേട്ടു ജങ്കുക്ക് ട്രാൻസ്ഫേർഡ് പറയുന്നായിരുന്നു ജങ്കുക്ക് ഇവർക്ക് മാരേജ് ചെയ്യിപ്പിക്കാൻ അവിടെ ജങ്കുക്കിൻ്റെ പാരൻസിനോട് ചോദിച്ചിരുന്നു പാരൻസ് പറഞ്ഞു ഓക്കെയാണ് പാരൻസ് വീട്ടിൽ അച്ഛനമ്മക്കെല്ലാം ഓക്കെയാണ് പറഞ്ഞായിരുന്നു അവർ ഇന്ത്യക്ക് അവരും ഓക്കെ പറഞ്ഞു കുട്ടീനെ കാട്ടിയിരുന്നു അവർ ജങ്കുക്കിനും അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയായി ഹീറോയിനെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വരാം നെക്സ്റ്റ് വീക്കിൽ മാരേജ് വെക്കാൻ എൻഗേജ്മെൻറ്റ് ചെയ്യാൻ പ്ലാനായിട്ട് പറഞ്ഞു ഞങ്ങൾ വരാം ഇന്ത്യക്ക് എന്ന് പറഞ്ഞു ജങ്കുക്കിനും മമ്മിക്ക് രണ്ടുപേർക്ക് 10 ദിവസമായി ഫ്ലൈറ്റ് കയറി കൊറിയന് ഇന്ത്യക്ക് വന്നു ഇന്ത്യയിൽ വന്ന് രണ്ടുപേർക്ക് എൻഗേജ്മെൻറ്റ് നെക്സ്റ്റ് മാരേജ് ചെയ്യാൻ പ്ലാനുണ്ട് ഹീറോയ്ക്കൊന്നും സ്ലമിയോ എന്നൊക്കെ തുടങ്ങി അടി